എന്നാലും എൻ്റെ ശിഖേ, ഇതൊക്കെ ഇത്തിരി കൂടുതലല്ലേ? മറ്റൊരാളുടെ സങ്കടങ്ങളിൽ സന്തോഷിക്കുന്ന മനസ്സ് നന്നല്ല എന്നാ പറയുക. നീ ഇപ്പോൾ ചെയ്യാൻ പോണത് അതാണ് കേട്ടോ. ആ അതെ, എൻ്റെ മനസ്സ് നന്നല്ല, ചീത്തയാ. ഞാനും ചീത്തയാ. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കളഞ്ഞേക്ക്. അല്ലെങ്കിലും നിങ്ങൾക്ക് പണ്ടേ അവളോടാണല്ലോ ചായ്വ്. അവളല്ലേ നിങ്ങളുടെ ചങ്ക്. ഞാൻ വലിഞ്ഞു കയറി വന്ന് ഇഷ്ടം പിടിച്ചു വാങ്ങിയവളാണല്ലോ. വാശിയോടെ പറഞ്ഞു തുടങ്ങി. ഒടുവിൽ കണ്ണു നിറച്ച് കരയാനൊരുങ്ങുന്ന ശിഖയെ കണ്ടതും ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ ബിജു സംസാരം അവസാനിപ്പിച്ച് പിൻവാങ്ങി. അല്ലെങ്കിലും അവളുടെ പതിവ് അതാണ്. വേണ്ടാത്ത കാര്യങ്ങൾക്ക് വാശി പിടിക്കും. ഒടുക്കം അത് നേടിയെടുക്കാൻ വേണ്ടി കരച്ചിലും ബഹളവും. അത്രയുമാകുമ്പോൾ പിൻവാങ്ങുകയാണ് ബിജു ചെയ്തത്. പുള്ളി ഇത്തിരി സമാധാനത്തിൻ്റെ ആളാണേ. പതിവില്ലാത്ത വിധം മൂളിപ്പാട്ടോടുകൂടി വീടിനുള്ളിലാകെ നിറഞ്ഞു നിൽക്കുന്ന ശിഖയെ ഇടയ്ക്കിടെ ബിജു പാളി നോക്കി. സ്കൂൾ വിട്ടു വന്നാൽ ഫോണുമായി സോഫയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നവളാണെന്ന് പാട്ടും പാടി ഓരോന്നും ചെയ്ത് നടക്കുന്നത്. ഇടയിൽ ഫോണെടുത്ത് ഇന്ന് കണ്ട അത്ഭുത കാഴ്ച ആരോടെല്ലാമോ വിളിച്ചും മെസ്സേജ് അയച്ചും അറിയിക്കുന്നുണ്ടായിരുന്നു. അത്താഴം കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് അല്പസമയം ഫോൺ നോക്കുകയായിരുന്നു ബിജു. എന്നാലും എൻ്റെ ബിജുവേട്ടാ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ ഹോട്ടലിൽ കണ്ടത് ഇന്ദു ദേവിയെ തന്നെയാണെന്ന്. കോളേജ് ബ്യൂട്ടി ആയിരുന്നില്ലേ അവൾ? എത്ര ചെക്കന്മാർ പിന്നാലെ നടന്നതാ. അവരൊക്കെ ഇന്നവളെ ഒന്ന് കാണണമായിരുന്നു. അതെന്താ ശിഖ അങ്ങനെ? ഇപ്പോൾ അവളെ കാണാൻ ചന്തമില്ലേ? അതോ വേറെന്തെങ്കിലും മാറ്റമുണ്ടോ അവൾക്ക്? ശിഖയുടെ വിവരണം കേട്ട ബിജു അസഹിഷ്ണുതയോട് ചോദിച്ചു. എന്താ ഒരു ശുഷ്കാന്തി, പണ്ടത്തെ ചങ്കിനെ പറ്റി അറിയാൻ? ശിഖയുടെ മുഖം പുച്ഛത്തിലൊന്ന് കൂടി. അല്ല, ഇനിയിപ്പോൾ ചങ്ക് ചങ്ക് എന്ന് പറഞ്ഞ് അവളിനി പണ്ട് നിങ്ങളുടെ ചങ്കിലെങ്ങാനും കയറി കൂടിയിരുന്നോ? അങ്ങനെയാണെങ്കിൽ എന്നെ കെട്ടിയതോടെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഒന്നുമില്ലെങ്കിലും ഞാനൊരു LP സ്കൂൾ ടീച്ചറല്ലേ. അവളോ ഒരു ചെറിയ ചായക്കടയോ ഇട്ടിരിപ്പാണ്. വല്ല ആളുകളും കയറിയാൽ കയറി, അത്ര തന്നെ. ഹോ, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പഠിച്ചയിടത്തെല്ലാം 1ാം സ്ഥാനക്കാരിയായിരുന്നവളുടെ ഇന്നത്തെ അവസ്ഥ. അവളെ കണ്ടു പഠിക്ക്. അവളെപ്പോലെ ആവാൻ നോക്ക്. എന്തൊക്കെയായിരുന്നു ഓരോരുത്തർക്ക്. നമ്മളോടെല്ലാം പുച്ഛവും പരിഹാസവും. എന്നിട്ടിപ്പോൾ എന്തായി? ഹോ, എന്തായാലും നാളെ പറ്റുമായിരുന്നെങ്കിൽ ഒന്നുകൂടി പോയിട്ട് ആ കാഴ്ച കാണാമായിരുന്നു. എന്ത് ചെയ്യാം, ലീവില്ലല്ലോ. പറഞ്ഞിട്ടും മതി വരാത്ത പോലെ ശിഖ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നതും ബിജു ഫോൺ എടുത്ത് വെച്ച് കിടക്കാനൊരുങ്ങി. ബിജുവേട്ടൻ കിടക്കാൻ പോവാ? അവൻ ഫോൺ എടുത്ത് വെച്ചത് കണ്ട് ശിഖ അവനോട് ചോദിച്ചുകൊണ്ട് ആ നെഞ്ചോരം ചേർന്ന് കിടന്നു. പതിവില്ലാതെ തന്നിലേക്ക് അണഞ്ഞു വരുന്നവളെ ബിജുവും ഒന്ന് നോക്കി. സാധാരണ തൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞാലും ഫോണിൽ കളിച്ചിരിക്കുന്നവളാണ് ഇന്ന് തൻ്റെ നെഞ്ചോരം വന്നൊട്ടിക്കിടന്ന് കിന്നരിക്കുന്നത്. സമയം എത്രയായെന്ന് നോക്ക് ശിഖ. നിനക്കും ക്ഷീണമല്ലേ? സ്കൂളിൽ നിന്ന് കുട്ടികളെ ഡാം കാണിക്കാൻ കൊണ്ടുപോയിട്ട് നീ ആ വെയിൽ മുഴുവൻ കൊണ്ടതല്ലേ? ഉറങ്ങാൻ നോക്ക് നീ. അവളെ തന്നോട് ചേർത്ത് പിടിച്ച നെറ്റിയിൽ ഒരു ഉമ്മ നൽകി ബിജു പറഞ്ഞതും കണ്ണു നിറഞ്ഞു ശിഖയുടെ. എന്തിനാടി ഇപ്പോൾ നീ കണ്ണു നിറയ്ക്കുന്നത്? പ്രായം കൂടുന്തോറും നീ വെറും വാശിക്കാരിയായി മാറുന്നുണ്ട് കേട്ടോ. ബിജു പറഞ്ഞതിന് മറുപടിയായി ശിഖ അവൻ്റെ നെഞ്ചിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. തൊട്ടും തലോടിയും അവസാനം ഒരു കൂടിച്ചേരലിലേക്ക് അവർ നീങ്ങിയപ്പോൾ പതിവില്ലാത്ത വിധം ഇത്തവണ ആവേശം ശിഖയ്ക്കായിരുന്നു. തളർന്നൊടുവിൽ അവളിൽ ഒതുങ്ങിക്കൂടി കിടക്കുമ്പോൾ ബിജു അവളെ ചുംബനങ്ങളാൽ മൂടുന്നുണ്ടായിരുന്നു. ബിജുവേട്ടാ, സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊന്നും ഇന്ദു ദേവിയോട് യാതൊരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ബിജുവേട്ടനും അവളുമായൊക്കെ വലിയ കൂട്ടുകാരായപ്പോൾ ബിജുവേട്ടൻ അവൾക്ക് കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും എല്ലാം കണ്ടിട്ടാണ് എനിക്ക് ആദ്യമായി അവളോട് വെറുപ്പും ദേഷ്യവുമെല്ലാം തോന്നിത്തുടങ്ങിയത്. ബിജുവേട്ടൻ എൻ്റെ അല്ലേ? എൻ്റെ അമ്മാവൻ്റെ മകൻ, എന്നെ കല്യാണം കഴിക്കേണ്ടയാൾ. അങ്ങനെ ഒരാൾ എന്നെക്കാൾ അധികം വേറെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് തോന്നിയതിനാൽ അതിൽ നിന്നുണ്ടായതാണ് ബാക്കിയെല്ലാം. നിങ്ങളെല്ലാം ഏറെ പുകഴ്ത്തി നല്ല ഉയർന്ന ഒരു നിലയിൽ വലിയൊരു ഉദ്യോഗസ്ഥയാകുമെന്ന് പറഞ്ഞവൾ ഒരു ചെറിയ ചായക്കടയുമായി ജീവിതം തള്ളി നീക്കുന്ന കാഴ്ച ഇന്ന് ഡാം കാണാൻ പോയപ്പോഴാണ് ഞാൻ കണ്ടത്. വലിയ രാജകുമാരിയെ പോലെ ജീവിച്ചിരുന്നവൾ ഇന്നങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും തോന്നേണ്ടത് വിഷമമാണെങ്കിലും എനിക്ക് തോന്നിയത് സന്തോഷമാണ്. അതെൻ്റെ പോരായ്മ തന്നെയാകാം. പക്ഷേ ഞാൻ എന്തോ ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ ഭർത്താവിൻ്റെ മുൻപിൽ എന്നും ഉയർന്നും മികച്ചു നിൽക്കേണ്ടത് ഞാനല്ലേ? ആണ്, ഞാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണ്ടത്തെ പ്രിയ കൂട്ടുകാരിയുടെ ഇന്നത്തെ അവസ്ഥ ഞാൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കും.
വെറുതെ എനിക്കൊരു സന്തോഷത്തിന്. ഒന്നുമില്ലെങ്കിലും പണ്ട് അവളെ ഓർത്ത് ഞാൻ എൻ്റെ കുറേ സന്തോഷങ്ങൾ വേണ്ടത് വെച്ചതല്ലേ. പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ ബിജു കൈ നീട്ടി തൻ്റെ ഫോൺ എടുത്തു. അതിലെ ഇന്നത്തെ വൈറൽ വാർത്തകളിലൂടെ അവൻ്റെ കണ്ണുകളോടി. സ്നേഹസദനത്തിലെ കുരുന്നുകൾക്കൊപ്പം കളക്ടറുടെ ഒരു ദിവസം. ആ വാർത്തയിലുണ്ടായിരുന്നു തികച്ചും സാധാരണക്കാരിയായി ജീവിക്കുന്ന കളക്ടറെക്കുറിച്ചുള്ള വിവരണങ്ങൾ. വിജയത്തിൻ്റെ പടവുകൾ താണ്ടുമ്പോഴും നന്മയുടെ വഴിയെ മാത്രം സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരിയായ കളക്ടറെക്കുറിച്ച്. ഒടുവിൽ സ്നേഹസദനത്തിലെ കുട്ടികൾക്കൊപ്പം അവരിൽ ഒരാളായി ജീവിക്കുന്ന കളക്ടറുടെ ഫോട്ടോയ്ക്ക് ഇന്ദുദേവിയുടെ മുഖമായിരുന്നു. ബിജുവിൻ്റെ ചങ്കായ ശിഖയുടെ കണ്ണിലെ കരടായ അതേ ഇന്ദുദേവി. ഇന്നവൾ സ്നേഹസദനത്തിലെ കുട്ടികളുടെ ഒപ്പം ഒരു കുഞ്ഞു ഹോട്ടലിൽ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഫോട്ടോയും വീഡിയോയും കണ്ടതും ബിജു അതൊന്നു നോക്കി. ഇന്ദുവിൻ്റെ മുഖത്തെ നിറചിരിയിൽ കണ്ണുടക്കിയതും അവൻ ഓർമ്മ വന്നത് ഉച്ചയ്ക്ക് ശേഷം തന്നെ വിളിച്ച ഇന്ദുവിനെ ആയിരുന്നു. എടാ, നിന്റെ ഭാര്യയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടുട്ടോ. ഞാൻ ആരാണെന്നൊന്നും അവൾക്ക് അറിയില്ലല്ലോ. അവളുടെ മുമ്പിൽ ഞാൻ ഈ ചെറിയ ചായക്കടയുടെ ഉടമസ്ഥയാ, ജീവിക്കാൻ കഷ്ടപ്പെടുന്നവൾ. അതങ്ങനെ തന്നെ മതി കേട്ടോ. കൂടുതൽ തിരുത്താനൊന്നും വിവരിക്കാനൊന്നും ഒന്നും പോയിട്ട് നിന്റെ ഉള്ള സമാധാനം കളയണ്ട. എന്നോടുള്ള കുശുമ്പ് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. നിന്നെ അത്രയേറെ ഇഷ്ടമായതുകൊണ്ടാണ്. അതെന്നും നിന്റെ കൂട്ടുകാരി എന്ന നിലയിൽ എനിക്കിഷ്ടവുമാണ്. ഇന്ദുവിൻ്റെ വാക്കുകൾ ഓർത്ത് അവനൊരു ചിരിയോടെ അരികിൽ കിടന്നുറങ്ങിയ ശിഖയെ നോക്കി. എൻ്റെ പ്രിയ കൂട്ടുകാരി, എന്നേ അവളുടെ ഉയർച്ചയുടെ പടവുകൾ താണ്ടിക്കഴിഞ്ഞു ശിഖ. പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞ നീ അറിയില്ല. കാരണം നിന്നെ നീയായി തന്നെ കാണാനാണ് എനിക്കിഷ്ടം. അതിലുപരി എൻ്റെ ജീവിതത്തിലെ സമാധാനം കളയാൻ വയ്യ മോളെ. ഞാനീ ഒരു സമാധാനപ്രിയനാണ്. പതുങ്ങിയ ഒച്ചയിൽ അവളുടെ കാതോരം പറഞ്ഞുകൊണ്ടവൻ അവളെ പുൽകി ഉറങ്ങുമ്പോൾ ഇതൊന്നും അറിയാതെ ഇന്ദുവിനേക്കാൾ മേലെയാണെന്ന് താനെന്ന ചിന്തയിൽ ശാന്തമായ ഉറക്കത്തിലായിരുന്നു ശിഖ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.